Good morning to all. Today I am going to teach consideration. Essentials of valid contractൽ നമ്മൾ പഠിച്ചിരുന്നു ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. എന്താണ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Consideration is the price paid for the promiser's promise and the benefit received under the contract. കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് പെയ്ഡ് ഫോർ ദി പ്രോമിസേഴ്സ് പ്രോമിസ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എ ബിയോട് പറഞ്ഞു എൻ്റെ കാറ് 10 ലാഖിനാണെങ്കിൽ ഞാൻ തരാമെന്ന് ബിയോട് പറഞ്ഞു. ബി ആ 10 ലാഖ് കൊടുത്ത് ആ കാറ് മേടിച്ചു. അപ്പോൾ ബിക്ക് കാറിൻ്റെ ഓണർഷിപ്പ് കിട്ടി, എക്ക് 10 ലാഖ് കിട്ടി. അപ്പോൾ ഈ 10 ലാഖ് അതായത് കൺസിഡറേഷൻ കൊടുത്തതിന് പകരമായിട്ട് ബിക്ക് കാറിൻ്റെ ഓണർഷിപ്പ് കിട്ടി, എക്ക് 10 ലാഖും കിട്ടി. അതിനാണ് കൺസിഡറേഷൻ ഈസ് ദ പ്രൈസ് പെയ്ഡ് ഫോർ ദി പ്രോമിസേഴ്സ് പ്രോമിസ് ആൻഡ് ഈസ് ദ ബെനിഫിറ്റ് റിസീവ്ഡ് അണ്ടർ ദ കോൺട്രാക്റ്റ്. പ്രോമിസ് കൊടുക്കുന്ന ആളെ നമ്മൾ പ്രോമിസർ എന്ന് പറയും. പ്രോമിസ് ആർക്കാണോ കൊടുക്കുന്നത് അവരെ നമ്മൾ പ്രോമിസി എന്നും പറയും. The promiser is the person undertaking the promise, while the promisee is the person who is receiving or recipient of the promise. പ്രോമിസ് കിട്ടുന്ന ആളെ നമ്മൾ പ്രോമിസ് കൊടുക്കുന്ന ആളെ പ്രോമിസർ എന്നും പ്രോമിസ് ആർക്കാണോ കൊടുക്കുന്നത് അവരെ നമ്മൾ പ്രോമിസി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ കൺസിഡറേഷൻ മസ്റ്റ് ബി മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് കൺസിഡറേഷൻ എപ്പോഴും മൂവ് ചെയ്യുന്നത് പ്രോമിസറിൻ്റെ സൈഡിൽ നിന്നായിരിക്കണം. ദ ആക്ട് ഓർ ആബ്സ്റ്റൻസ് ഓഫ് ദി പ്രോമിസ് ഓർ എനി അതർ പേഴ്സൺ മസ്റ്റ് ബി ഡൺ അറ്റ് ദ ഡിസയർ ഓർ റിക്വസ്റ്റ് ഓഫ് ദി തേർഡ് പാർട്ടി ഓർ വോളണ്ടറി ആക്ട് വുഡ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് കൺസിഡറേഷൻ. ഇതിൽ പറയുന്നത് കൺസിഡറേഷൻ എപ്പോഴും ഫിക്സ് ചെയ്യേണ്ടത് പ്രോമിസർ ആയിരിക്കണം. അതായത് പ്രോമിസ് കൊടുക്കുന്ന ആളായിരിക്കണം കൺസിഡറേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ വേറൊരാൾ വോളണ്ടറി ആയിട്ടോ കൺസിഡറേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയിട്ട് തീരും. നോക്കുക, ദ ആക്ട് ഓർ ആബ്സ്റ്റൻസ് ഓഫ് ദി പ്രോമിസ് ഓർ എനി അതർ പേഴ്സൺ മസ്റ്റ് ബി ഡൺ അറ്റ് ദ ഡിസയർ ഓർ റിക്വസ്റ്റ് ഓഫ് ദി തേർഡ് പാർട്ടി. അതായത് വേറൊരു തേർഡ് പാർട്ടി വഴിയോ ഓർ വോളണ്ടറി ആക്ട് സ്വമേധയോ, അതായത് പ്രോമിസി സ്വയം ഒരു കൺസിഡറേഷൻ ഫിക്സ് ചെയ്താൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി കൺസിഡറേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റുകൾ നമ്മൾ ഇൻവാലിഡ് എന്നാണ് പറയുക. അപ്പോൾ കൺസിഡറേഷൻ എപ്പോഴും ഫിക്സ് ചെയ്യേണ്ടത് ആരാണ്? പ്രോമിസർ. നെക്സ്റ്റ്, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അതായത് കൺസിഡറേഷൻ കൊടുക്കേണ്ടത് ആരായിരിക്കും? കൺസിഡറേഷൻ ഫിക്സ് ചെയ്യേണ്ടത് ആരാന്ന് പറഞ്ഞു? ആരാ? കൺസിഡറേഷൻ ഫിക്സ് ചെയ്യേണ്ടത് പ്രോമിസറും കൺസിഡറേഷൻ കൊടുക്കുന്നത് പ്രോമിസി ഓർ തേർഡ് പേഴ്സൺ. പ്രോമിസി വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാളായാലും എന്ത് കൊടുത്താൽ മതി? കൺസിഡറേഷൻ കൊടുത്താൽ മതി. പ്രോമിസി തന്നെ കൊടുക്കണമെന്നില്ല. പ്രോമിസി ഏൽപ്പിക്കുന്ന തേർഡ് പേഴ്സൺ കൺസിഡറേഷൻ കൊടുത്താലും അത് വാലിഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ കൺസിഡറേഷൻ ഷുഡ് പ്രൊസീഡ് ഓൺലി ഫ്രം ദി പ്രോമിസി. പ്രോമിസി തന്നെ കൺസിഡറേഷൻ എമൗണ്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. കൺസിഡറേഷൻ ഫർണിഷ്ഡ് ബൈ എ തേർഡ് പാർട്ടി വിൽ ഓൾസോ ബി വാലിഡ്. മൂന്നാമതൊരാൾ കൊടുക്കുന്ന കൺസിഡറേഷൻ എമൗണ്ടും വാലിഡ് ആണ് ഇഫ് ഇറ്റ് ഹാസ് ബീൻ ഡൺ അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. പ്രോമിസറിന് കുഴപ്പമില്ല, തേർഡ് പാർട്ടി ആയാലും പ്രോമിസി ആയാലും കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി ആയാലും കൊടുത്താലും കോൺട്രാക്റ്റ് വാലിഡ് ആണ്. ദിസ് ഈസ് ടേംഡ് ആസ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ. തേർഡ് പാർട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ എന്നാണ്. ആ വേർഡ് ഒന്ന് ശ്രദ്ധിക്കുക, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, എക്സ്പ്ലെയിൻ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ. അപ്പോൾ തേർഡ് പാർട്ടി കൊടുക്കുന്ന കൺസിഡറേഷനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ പഠിച്ചത് എന്താ? നമ്മുടെ പ്രോമിസ് എപ്പോഴും കൊടുക്കേണ്ട ആളാരാ? പ്രോമിസറാണ്. അതുപോലെ കൺസിഡറേഷൻ കൊടുക്കുന്നത് പ്രോമിസി ഓർ തേർഡ് പേഴ്സൺ ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കൺസിഡറേഷൻ ആവാം, പ്രസൻറ്റ് കൺസിഡറേഷൻ ആവാം, ഫ്യൂച്ചർ കൺസിഡറേഷൻ ആവാം. എന്താണ് പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ
മുമ്പേ കൊടുത്തിരിക്കുന്ന ഒരു ഫണ്ടുമായിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. എ ബിയോട് പറഞ്ഞു ഈ കോൺട്രാക്റ്റ് നമുക്ക് മുന്നോട്ട് പോകാം, പക്ഷേ ഇതിൻ്റെ കൺസിഡറേഷൻ ഞാൻ മുമ്പ് തന്ന 20,000 എടുത്തോളണം. അപ്പോൾ മുമ്പ് ആണ് കൺസിഡറേഷൻ കൊടുത്ത എമൗണ്ടിൽ നിന്നാണ് കൺസിഡറേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ കൺസിഡറേഷനാണ് നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. വെൻ ദ പ്രസൻറ്റ് പ്രോമിസ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസിഡറേഷൻ ഓൾറെഡി ടേക്കൺ പ്ലേസ്. മുമ്പ് കൊടുത്തേക്കണ ഇതുമ്പോൾ നമ്മൾ കൺസിഡറേഷൻ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പാസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രസൻറ്റ് കൺസിഡറേഷൻ. വെൻ ദ പ്രോമിസർ റിസീവ് കൺസിഡറേഷൻ സൈമിൾട്ടേനിയസ്ലി വിത്ത് ഹിസ് പ്രോമിസ്. അതായത് പ്രോമിസിൻ്റെ കൂടെ തന്നെ അയാൾക്ക് കൺസിഡറേഷൻ കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രസൻറ്റ് കൺസിഡറേഷൻ എന്ന് പറയും. വെൻ ദ പ്രോമിസർ റിസീവ് കൺസിഡറേഷൻ സൈമിൾട്ടേനിയസ്ലി വിത്ത് ഹിസ് പ്രോമിസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്രസൻറ്റ് കൺസിഡറേഷൻ. നെക്സ്റ്റ്, ഫ്യൂച്ചർ കൺസിഡറേഷൻ. When the consideration for a promise is rendered in future, it is termed as future or executory consideration. അതായത് കൺസിഡറേഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, ഫ്യൂച്ചറിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കൺസിഡറേഷനെ നമ്മൾ ഫ്യൂച്ചർ കൺസിഡറേഷൻ എന്ന് പറയാം. When the consideration for a promise is rendered in future, it is termed as future or executory consideration. അപ്പോൾ കൺസിഡറേഷൻ 3 വിധത്തിലുണ്ട്: പ്രസൻറ്റ് കൺസിഡറേഷൻ, പാസ്റ്റ് കൺസിഡറേഷൻ, ഫ്യൂച്ചർ കൺസിഡറേഷൻ. നെക്സ്റ്റ് പറയുന്നത് കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. അതായത് ഇതിൽ പറയുന്നത് ദ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് ടു ദി പ്രോമിസ് ബട്ട് ഇറ്റ് മേ ബി ഓഫ് സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ലോ. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോമിസിൻ്റെ സെയിം അളവിലായിരിക്കണമെന്നില്ല നമുക്ക് അതിനുള്ള കൺസിഡറേഷൻ ഫിക്സ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സ് നടത്തണം. കമ്പ്യൂട്ടർ കോഴ്സ് നടത്തുമ്പോൾ കോഴ്സിൻ്റെ വില 25,000 ആണ്. ഞാനൊരു സ്റ്റുഡൻറ്റിനോട് പറയണ 5,000 തന്നാൽ മതി, നീ എൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തോളാം പറയണേ. അപ്പോൾ ശരിക്കും അതിൻ്റെ വില എത്രയാണ്? 25,000. പക്ഷേ ഞാൻ എത്ര ആവശ്യപ്പെട്ട 5,000. എന്നാലും അത് അത് വാലിഡ് ആണെന്നാണ് പറയണത്. ദ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് ടു ദി പ്രോമിസ് ബട്ട് ഇറ്റ് മേ ബി ഓഫ് സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ലോ. നമ്മുടെ ലോൻ്റെ ഐസിൽ വാല്യൂ ഉള്ള കാരണം തന്നെ ഇത് ആഡിക്വേറ്റ് ആണ് ഈ കൺസിഡറേഷൻ. ശരിക്കും ആ കോഴ്സ് ഫീയുടെ എമൗണ്ട് കൃത്യമല്ല, 25,000 ആണ് തരേണ്ടത്, പക്ഷേ അത് ആഡിക്വേറ്റ് എന്നാണ് പറയുന്നത്. ദ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് അല്ലെങ്കിലും അത് ലോഫുള്ളാണ്. ദ കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ് ടു ദി പ്രോമിസ് ബട്ട് ഇറ്റ് മേ ബി ഓഫ് സം വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ദി ലോ. നെക്സ്റ്റ് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷറി. അതായത് റിയൽ ആയിട്ടുള്ള കൺസിഡറേഷൻസ് ആയിരിക്കണം, അല്ലാണ്ട് ഇല്യൂഷറി നടക്കാത്ത കാര്യങ്ങൾക്ക് നമ്മൾ കൺസിഡറേഷൻ കൊടുത്താൽ ആ കൺസിഡറേഷൻ വാലിഡ് ആവില്ല. ഇതിൽ മൂന്ന് കാര്യങ്ങൾ പറയുന്നത്, അതായത് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി, ലീഗൽ ഇമ്പോസിബിലിറ്റി, അൺസർട്ടൻ കൺസിഡറേഷൻ. 3 കാര്യങ്ങൾ പറയുന്നത്. അതായത് കൺസിഡറേഷൻ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഒരു റിയൽ കാര്യങ്ങൾക്ക് അയക്കണം, ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമ്മൾ കൺസിഡറേഷൻ ഫിക്സ് ചെയ്യരുത്. ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി. ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഫോർ ഇൻസ്റ്റൻസ്, എ ഈസ് പ്രോമിസ് ടു പുട്ട് ഈ ലൈഫ് ഇൻ ടു ബീസ് ഡെഡ് വൈഫ് should be pay him 500 is a void for lack of physical possibility. അതായത് എയും ബിയും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എ ബിയോട് പറയണ ബിയുടെ മരിച്ചുപോയ വൈഫിന് ജീവൻ കൊടുക്കാം, അതിന് പകരമായിട്ട് എനിക്ക് 500 rupees തരണം എന്ന് പറഞ്ഞാൽ അത് വാലിഡ് കോൺട്രാക്റ്റ് അല്ല. കാരണം എന്താ? ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ. ഫോർ ഇൻസ്റ്റൻസ്, എ ഈസ് പ്രോമിസ് ടു പുട്ട് ലൈഫ് ഇൻ ടു ബീസ് ഡെഡ് വൈഫ് should be pay him 500 is a void for lack of physical possibility. നെക്സ്റ്റ് വരുന്നത് ലീഗൽ ഇമ്പോസിബിലിറ്റി. അതുപോലെ ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ഇമ്പോസിബിലിറ്റി പറഞ്ഞ പോലെ തന്നെ ലീഗൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഫിക്സ് ചെയ്യുന്ന കൺസിഡറേഷൻ ഇൻവാലിഡ് ആണ്. ഇഫ് കൺസിഡറേഷൻ കൺസിസ്റ്റ് ഓഫ് സംതിങ് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എഗ്രിമെൻറ്റ് വിൽ ബി വോയിഡ്. അങ്ങനെയുള്ള ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫിക്സ് ചെയ്യുന്ന കൺസിഡറേഷനും ഇല്ലീഗലാണ്. നെക്സ്റ്റ്, അൺസർട്ടൻ കൺസിഡറേഷൻ. ആൻഡ് അൺസർട്ടൻ ഓർ വേഗ് കൺസിഡറേഷൻ വിൽ മേക്ക് ദ എഗ്രിമെൻറ്റ് വോയിഡ്. അതായത് അൺസർട്ടൻ ആയിട്ടും വേഗമായിട്ടും ഫിക്സ് ചെയ്യുന്ന കൺസിഡറേഷൻസ് ഇൻവാലിഡ് ആണ്.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എ ബീനെ ജോലിക്ക് നിർത്തിയേക്കണു. എ ബിയോട് പറയണ് ബിയുടെ ജോലി കഴിയുമ്പോൾ ഒരു റീസണബിൾ വേജ് തരാമെന്ന് പറയണു. ഇവിടെ വേഗമാണ് കോൺട്രാക്റ്റ്. കാരണം എന്താ, എത്ര എമൗണ്ട് വേജ് തരുമെന്ന് പറയുന്നില്ല. റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് തരാമെന്നാണ് പറയുന്നുള്ളൂ. എത്ര എമൗണ്ട് എന്ന് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പം എ ബിയു ആയിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. എ ബിയോട് പറയണു എൻ്റെ ബൈക്ക് ഞാൻ നിനക്ക് തരാമെന്ന്. എക്ക് 2 ബൈക്ക് ഉണ്ടെങ്കിൽ അതിലേത് ബൈക്കാന്ന് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ കൺസിഡറേഷൻ മസ്റ്റ് ബി എന്തായിരിക്കണം, റിയൽ ആയിരിക്കണം, നോട്ട് ഇല്ലൂഷറി. ഇല്ലൂഷറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾക്ക് ആവരുത്. അപ്പം ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ പറഞ്ഞത്? ഫിസിക്കൽ ഇമ്പോസിബിൾ ആവരുത്, ലീഗൽ ഇമ്പോസിബിൾ ആവരുത്, അൺസർട്ടൻ കൺസിഡറേഷൻ ആയിരിക്കരുത്. അപ്പം കൺസിഡറേഷൻ മേ ബി റിയൽ ആൻഡ് നോട്ട് ഇല്ലൂഷറി. നെക്സ്റ്റ് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. According to section 23 of the act, which says that every agreement of which the consideration is unlawful is void. അതായത് സെക്ഷൻ 23 അനുസരിച്ച് പറയുന്നത് എവറി എഗ്രിമെൻറ്റ് ഓഫ് വിച്ച് ദ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ഈസ് വോയിഡ്. അതായത് വോയിഡ് കോൺട്രാക്റ്റുകൾക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന കൺസിഡറേഷൻ നമ്മൾ അൺലോഫുള്ളായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന കൺസിഡറേഷൻ വോയിഡാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരാളെ ചതിക്കാൻ അല്ലെങ്കിൽ കൊല്ലാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന കൺസിഡറേഷൻ അതെന്താണ്? വോയിഡാണ് അല്ലേ? കാരണം എന്താ, അത് നമ്മൾ ലോഫുൾ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ആ കൺസിഡറേഷൻ ഫിക്സ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൺസിഡറേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ അത് അൺലോഫുള്ളാണ്. ഇത് വരുന്നത് സെക്ഷൻ 23 സെക്ഷൻ 23 ഓഫ് ദി ആക്ട് വിച്ച് സീസ് ദാറ്റ് എവറി എഗ്രിമെൻറ്റ് ഓഫ് വിച്ച് ദ കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ ഈസ് വോയിഡ്. ഇറ്റ് മീൻസ് ദാറ്റ് ആൻ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി സപ്പോർട്ട് ബൈ ലോഫുൾ കൺസിഡറേഷൻ. ലോഫുൾ കൺസിഡറേഷനുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ എഗ്രിമെൻറ്റ്. അല്ലാണ്ട് ലോഫുൾ അല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ കൺസിഡറേഷൻ കൊടുത്താൽ അത് ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ്, കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. അതായത് കൺസിഡറേഷൻ ഒരിക്കലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൺസിഡറേഷൻ ഫിക്സ് ചെയ്യരുത്. ദ കൺസിഡറേഷൻ ഓഫ് ആൻ എഗ്രിമെൻറ്റ് ഈസ് അൺലോഫുൾ. എങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ കൺസിഡറേഷനെ അൺലോഫുൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. നിയമപരമായിട്ട് അതിനെ ഫോർബിഡൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമെന്ന് നിയമപരമായിട്ട് പറയുക. സെക്കൻഡ്, ഇറ്റ് ഈസ് ഓഫ് സച്ച് എ നേച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ. നമ്മുടെ ലോ പ്രകാരം നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ലോയിലെ പ്രൊവിഷൻസ് അനുസരിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് ഓഫ് സച്ച് എ നേച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ് ഇറ്റ് വിൽ ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ. തേർഡ് പോയിന്റ്, ഇറ്റ് ഈസ് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റികളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്? ഇല്ലീഗലാണ്, ഇമ്മോറലാണ്. നെക്സ്റ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ഓർ ഇംപ്ലൈസ് ഇഞ്ചുറി ടു ദി പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. വേറൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ ആ പേഴ്സണിനോ ഇഞ്ചുറി ഉണ്ടാക്കുന്ന കാര്യങ്ങളും എന്താണ്? അൺലോഫുള്ളാണ്. നെക്സ്റ്റ്, ദ കോർട്ട് റിഗാർഡ് ഇറ്റ് ആസ് എ ഇമ്മോറൽ ഓർ ഓപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി. കോർട്ടിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇമ്മോറലാണ് അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് തോന്നണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും എന്താണ്? ഇല്ലീഗലാണ്, ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ 7th പോയിന്റ്, കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ or opposite to public policy. The consideration of an agreement is unlawful if, first point, it is forbidden by law. Second, it is of such a nature that if permitted it will defeat the provisions of any law. Third, it is fraudulent. Fourth, it involves or implies injury to a person or property of another. Fourth, if the court regard as immoral or opposite to public policy. These are the essential elements of valid consideration. First point, consideration must move at the desire of the promisor. Second, consideration may move from the promisee or any other person. Next, consideration may be past, present or future. Consideration may be past consideration, present consideration and future consideration. Next, consideration need not be adequate. Consideration must be real and not illusory. Consideration must not be illegal, immoral or opposite to public policy. These are the essential elements of valid consideration.
നെക്സ്റ്റ് ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ. ഓക്കെ, താങ്ക് യു.